ആഫ്രിക്കയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും വെറുത്തു പോയ ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. വേറൊന്നും കൊണ്ടല്ല, എന്റെ ഒരു ക്രിക്കറ്റ് ഭ്രാന്തൻ ഹസ്ബൻഡിനെ കാരണം കൊണ്ട്. ഒരു ഒഴിവു ദിവസം കിട്ടിക്കഴിഞ്ഞാലോ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലോ എന്റെ ഹസ്ബൻഡ് അടുത്ത പ്ലാനും കൊണ്ട് വരും. എനിക്ക് മാച്ച് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. ഇത് കേട്ട് കേട്ട് ക്രിക്കറ്റ് എന്ന് കേൾക്കുന്നത് എനിക്ക് വെറുപ്പായി തുടങ്ങിയായിരുന്നു. ഒരുപാട് പരാതിയും പരിഭവവും ബഹളവും ഇടിയും ഒക്കെ ഉണ്ടായെങ്കിലും ഇക്കാര്യത്തിൽ മാത്രം ആള് യാതൊരുവിധ കോംപ്രമൈസിനും റെഡിയല്ലായിരുന്നു. പിന്നെ വെറുപ്പിന് അവസാനം കുട്ടിശങ്കറിനോട് എനിക്കിപ്പോ സ്നേഹമെന്ന് പറഞ്ഞ പോലെയായി. ആളില്ലാണ്ടായി വീട്ടിലിരുന്ന് ബോറടിച്ചു തുടങ്ങിയപ്പോഴാണ് ക്രിക്കറ്റ് കാണാൻ വേണ്ടിട്ട് ഒടുക്കം ഗ്രൗണ്ടിൽ പോകാൻ തുടങ്ങി. അവിടെ പോയപ്പോ വേറൊരു ലോകം. ഒരുപാട് ജോലി തിരക്കിനിടയിൽ ഇവർക്ക് സന്തോഷിക്കാൻ ഒരു ദിവസം. ജോലി മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നലും അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ട്നേഴ്സും അമ്മമാരും പിള്ളേരും ഒക്കെ ആയിട്ട് അവരുടെ വിജയങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ മതിമറന്ന് ആഘോഷിക്കുന്ന കുറച്ചു പേര്. ഒന്നാലോചിച്ചാ ഇത്ര ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ബിസി ലൈഫിനിടയിലും അനസിനെ ഹാപ്പിയാക്കി നിർത്തുന്നത് ഈ കുറച്ച് നല്ല മൊമെന്റ്സ് തന്നെയാണ്. അതിനുവേണ്ടി മൂപ്പരാള് കുറെ എഫേർട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഒടുക്കം ഞാൻ അവരുടെ ഫൈനൽസ് വരെ കാണാൻ വേണ്ടി പോയി. അത്രയും പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് തന്നെ. എന്റെ മോനും അവന്റെ അബ്ബന്റെ ടീമിനെ വെൽക്കം ചെയ്യാനുള്ള പിള്ളേര് സെറ്റിൽ ഉണ്ടായിരുന്നു. അത് വേറൊരു ഹാപ്പിനെസ്. 2 മാച്ചാണ് ഉണ്ടായിരുന്നത്. ഞാനും മോനും ഗ്രൗണ്ടിൽ എത്തിയപ്പോഴേക്ക് ഏകദേശം ഫസ്റ്റ് ടീമിന്റെ മാച്ച് ഫിനിഷ് ആവാറായിരുന്നു. ചെണ്ടകൊട്ടും ആഘോഷമൊക്കെ ആയിട്ട് പ്ലെയേഴ്സിനെ പിള്ളേരെല്ലാരും കൂടി വെൽക്കം ചെയ്ത് കെനിയൻ ആൻഡ് ഇന്ത്യൻ നാഷണൽ ആന്തം സ്റ്റാർട്ട് ചെയ്തു. ആ ഫസ്റ്റ് കേട്ടതാണ് കേട്ടോ കെനിയൻ നാഷണൽ ആന്തം. പിന്നെ പരിപാടി ഫുൾ അങ്ങ് കളറായിരുന്നു. പിള്ളേരെ കാമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയയും ഫേസ് പെയിന്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് ആണെങ്കിലോ കളിനേക്കാൾ കൂടുതൽ ഫുഡ് അടിയിലും ചായ കുടിയിലും ആയിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് കളിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെയുള്ള കുറച്ചു പേര് ഞങ്ങളെ വന്ന് ബൊക്കെ ഉണ്ടാക്കാൻ വിളിച്ചോണ്ടുപോയി. അവിടുന്ന് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ കളി കാണാൻ വേണ്ടി തിരിച്ചു വന്ന്. അപ്പോഴേക്ക് കളി അങ്ങ് മുൾമുനയിലായിരുന്നു. ആദ്യം കളിച്ച നമ്മുടെ ടീം ജയിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇവരും കൂടെ ജയിച്ചാലോ ആ ഒരു ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. പക്ഷെ പയ്യെ ഹോപ്പ് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അവരങ്ങ് ജയിച്ചതും എല്ലാവരും കൂടെ ഒരൊറ്റ ഓട്ടമായിരുന്നു ഗ്രൗണ്ടിലോട്ട്, ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. 2 ടീമും ഒരു ദിവസം അങ്ങ് ജയിച്ചതിന് സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ആഘോഷമായിരുന്നു. ഡാൻസായി, ബഹളമായി. സ്റ്റേജിൽ അപ്പോഴേക്ക് കെനിയൻസിനെ വെച്ചുള്ള ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഉറങ്ങി തൂങ്ങിയ കുട്ടികളെ വെച്ചിട്ട് അവരുടെ അമ്മമാരും വൈഫും ഒക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ട്രോഫി പ്രസന്റേഷനിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കെനിയൻ വിശേഷങ്ങൾ. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.